ഹായ് ഫ്രണ്ട്സ്, എനിക്ക് പറ്റിയ ചെറിയൊരു തെറ്റ് അത് കറക്റ്റ് ഒരു സുഹൃത്ത് മനസ്സിലാക്കി തന്ന് അത് തിരുത്തിക്കൊണ്ടുള്ളൊരു വീഡിയോ ഉണ്ട്. ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊന്നുമല്ല, ഞാൻ ഇന്നൊരു വീഡിയോ ഇട്ടായിരുന്നു. അതായത് മക്കത്തെ മംഗല്യ രാവ് എന്ന് പറയുന്നൊരു പാട്ടും അതുമായി ബന്ധപ്പെട്ടൊരു സംഭവം. അതിൽ ഞാനൊരു ഓൺലൈൻ മീഡിയയിൽ കണ്ടത് മക്കത്തെ മംഗല്യ രാവ് എന്ന് പറയുന്ന പാട്ട് എന്താ പറയുക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും ഖദീജ ബിബി റളിയല്ലാഹു അൻഹയും അവർക്ക് പിറന്ന മകൾ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയെ കുറിച്ചാണ് എന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ അതേപോലെ തന്നെ ആ ഒരു ഓൺലൈൻ മീഡിയ ഒരു ന്യൂസും പുറത്തു വിട്ടായിരുന്നു. അതായത് എന്താ പറയുക, ഈ പറയുന്ന വാവൽസ്വാമി മുഹമ്മദ് നബിയുടെ കുടുംബ പരമ്പരയിൽ പെട്ടതാണോ, അതുകൊണ്ടാണോ ശബരിമല ദേശവിളക്കുകളിലൊക്കെ ഈ വാവരെക്കുറിച്ചും ഈ മക്കത്തെ ഈ പാട്ടൊക്കെ പാടുന്നത് എന്ന് ഉള്ളൊരു സംശയത്തിൻ്റെ പേരിൽ ഞാനും അങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്തായിരുന്നു കേട്ടോ. പക്ഷെ ഒരു സുഹൃത്ത് വന്നിട്ട് എനിക്കത് കറക്റ്റായിട്ട് തിരുത്തി തന്നു. അതായത് എന്താ പറയുക, ഈ വാവൽസ്വാമിയുടെ മാതാവിൻ്റെ പേര് ഫാത്തിമ എന്നാണ്. ആ ഫാത്തിമ മുഹമ്മദ് നബിയുടെ മകളായ ഫാത്തിമയല്ല, അത് വേറെ മറ്റൊരു ഫാത്തിമയാണ്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് എല്ലാം പറഞ്ഞു തന്ന് എനിക്ക് ആ പറ്റിയ തെറ്റ് ഈ പറയുന്ന സുഹൃത്ത് കറക്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും ആ പാട്ട് കേൾക്കുമ്പോൾ വിചാരിക്കുന്നത് എന്താണ്, മുഹമ്മദ് നബിയും സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവി റളിയല്ലാഹു അൻഹ കല്യാണം കഴിച്ച് ഫാത്തിമ എന്ന് പറയുന്നൊരു മകളുണ്ടായി. ആ മകളുടെ മകനാണ് വാവൽസ്വാമി എന്നുള്ള രീതിയിലാണ് നമ്മളൊക്കെ ചിന്തിക്കുക. അങ്ങനെ ഞാനും ചിന്തിച്ചു പോയി. അപ്പോൾ അതല്ല, ഇത് ഈ ഫാത്തിമ ബീവിയുടെ ഈ ഫാത്തിമ, അതായത് വാവൽസ്വാമിയുടെ ഉമ്മയായ ഫാത്തിമ എന്ന് പറയുന്നതും അവരുടെ തറവാട്ട് പേരാണ് മക്കത്ത് വീട് എന്ന് പറയുന്നതും എനിക്കൊരു സുഹൃത്ത് വന്ന് കമൻ്റ് ഇട്ട് തിരുത്തി തന്നു. എന്തായാലും ഞാൻ രണ്ടാമതും മൂന്നാമതും ഈ പാട്ട് കേട്ടപ്പോൾ അദ്ദേഹം തിരുത്തിയ കാര്യം വളരെ ശരിയാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഓക്കെ, ഞാൻ അദ്ദേഹത്തിന് മുമ്പിൽ ഞാനത് ആ തെറ്റ് ഞാൻ സമ്മതിച്ചു കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾ ദയവേത് കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഞാൻ ഈ ഷോർട്ട് വീഡിയോയുടെ റിലേറ്റഡ് വീഡിയോ ആയിട്ട് ഞാൻ ആ വീഡിയോ കൊടുക്കാം. നിങ്ങളൊന്ന് കണ്ടു നോക്കുക, എന്നിട്ട് നിങ്ങളുടേതായ അഭിപ്രായവും അത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, ബൈ ഗൈസ്.